ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വേക്കൻസീസ് കണ്ടിട്ടുണ്ട്, അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വേക്കൻസി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസിയാണ് കേട്ടോ. ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിരിക്കുന്നത് രണ്ട് ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ഒന്നാമത്തത് മാനേജ്മെന്റ് സൊല്യൂഷൻ ഇന്റർനാഷണൽ, അത് ഇവിടുത്തെ MSI, അത് ഇവിടുത്തെ ഒരു മാൻ പവർ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. MSI മാനേജ്മെന്റ് സൊല്യൂഷൻ ഇന്റർനാഷണൽ. നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റ് ഗൂഗിളിൽ തപ്പിയാലും കിട്ടും, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ പോയി നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഈ വേക്കൻസി കണ്ടത് ഇൻഡീഡിലാണ്. അപ്പോൾ ഫിസിക്കൽ തെറാപ്പിസ്റ്റിന്റെ വേക്കൻസിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ബാച്ചിലർ ഡിഗ്രി പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ്, QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി. അപ്പോൾ നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേക്കൻസി കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് ഇട്ടിരിക്കുന്നത് അൽഫർദാൻ മെഡിക്കൽ സെന്റർ ആണ്. അൽഫർദാൻ മെഡിക്കൽ സെന്ററിന്റെ വേക്കൻസി ഞാൻ കണ്ടത് ഇൻഡീഡിലാണ്. അവരുടെ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. അവരതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ്, പ്ലസ് QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ അവർ അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുണ്ട്. അതിന് മെയിൽ ID വേണമെങ്കിൽ കമന്റ് ചെയ്യാം, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അൽഫർദാൻ മെഡിക്കൽ വിത്ത് നോർത്ത് വെസ്റ്റേൺ മെഡിസിൻ എന്നാണ് അതിന്റെ പേര്. അൽഫർദാൻ മെഡിക്കൽ വിത്ത് നോർത്ത് വെസ്റ്റേൺ മെഡിസിൻ അങ്ങനെ അടിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും. അതിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഞാൻ കണ്ടത് ഇൻഡീഡിലാണ്, പക്ഷെ അവർ അതിൻ്റെ അകത്ത് മെയിൽ ID മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഫോർവേഡ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് വേക്കൻസിയാണ് ഫിസിയോതെറാപ്പിസ്റ്റിന് കണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് MSIയുടെ, രണ്ടാമത്തത് അൽഫർദാൻ മെഡിക്കൽ സെന്ററിന്റെയും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വേണ്ടവർ കമന്റ് ചെയ്യാം. രണ്ടാമത്തെ വേക്കൻസി ഒരു ഡെന്റൽ അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ്. അത് ഇന്ത്യയിൽ നിന്ന് അവർ റിക്രൂട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. വേക്കൻസി ഞാൻ കണ്ടത് ലിങ്ക്ഡിൻ നിന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. അവർ അതിന്റെ വാട്സപ്പ് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ സാലറി പറഞ്ഞിരിക്കുന്നത് വളരെ കുറവാണ്. 3500 ആണ് സാലറി, പ്ലസ് അക്കോമഡേഷൻ ആൻഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്ലസ് 3500, അതാണ് സാലറി. പിന്നെ അതിന്റെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യുക. പേയ്മെന്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഫോർവേഡ് ചെയ്യരുത് കേട്ടോ. ഞാൻ കണ്ടത് ലിങ്ക്ഡിൻ നിന്നാണ് ഈ വേക്കൻസി ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. ഡെന്റൽ അസിസ്റ്റന്റ് അവര് ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ വേണ്ടവർ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു അക്കൗണ്ടന്റിന്റെ വേക്കൻസി കണ്ടിട്ടുണ്ട്. അതിന് ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ്, 3 years എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ERPയിലും ടാലി, ക്വിക്ക് ബുക്ക്, സാപ്പിലൊക്കെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല MS Excel സ്കില്ലൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് തന്നെ അങ്ങനെ കുറച്ച് റിക്വയർമെന്റ്സ് അവർ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽസിനാണ് ഓപ്പണിങ്സ് ഉള്ളത്, അക്കൗണ്ടന്റിന്റെയാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വേണ്ടവർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെയിൽ ID ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. പിന്നെ അടുത്ത വേക്കൻസി കണ്ടിരിക്കുന്നത് പോർട്ടേഴ്സിന്റെ ആണ് കേട്ടോ. ഫീമെയിൽ പോർട്ടേഴ്സിന്റെ ആണ്. അതൊരു ഇവിടുത്തെ ഒരു മാൻ പവർ റിക്രൂട്ടിംഗ് ഏജൻസി ഇട്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ട്. ഹോസ്പിറ്റലിലേക്കാണ്, ഹോസ്പിറ്റൽ ഫീമെയിൽ പോർട്ടർ. അതായത് പേഷ്യന്റ് സർവീസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഫീമെയിൽസിനെയാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ആരെങ്കിലും ജനറൽ കൈൻഡ് ഓഫ് ജോബ് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഇമെയിൽ ID ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. ഫീമെയിൽ പോർട്ടർ പേഷ്യന്റ് സർവീസിന് വേണ്ടിയിട്ടാണ് വേക്കൻസി ഇട്ടിരിക്കുന്നത്. അൽ നാസർ എന്ന് പറഞ്ഞ ഒരു മാൻ പവർ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് കേട്ടോ. അതിന് സാലറി ഒക്കെ കുറവാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 1000 to 1300 പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാമേ. അതുപോലെ തന്നെ അടുത്ത വേക്കൻസി ലാബ് ടെക്നീഷ്യന്റെ ആണ്. ലാബ് ടെക്നീഷ്യന്റെ 2 വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് മാ മെഡിക്കൽ സെന്റർ, മറ്റേത് അൽസിറാജ് മെഡിക്കൽ സെന്റർ. അത് കണ്ടത് ഇൻഡീഡിലാണ് കണ്ടത് കേട്ടോ. ലാബ് ടെക്നീഷ്യന്റെ വേക്കൻസി മാ മെഡിക്കൽ സെന്റർ, അൽസിറാജ് മെഡിക്കൽ സെന്റർ. ഇൻഡീഡിൽ കണ്ടതായതുകൊണ്ട് അതിൽ മെയിൽ ID ഇല്ല. നിങ്ങൾ മാ മെഡിക്കൽ സെന്ററിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ മെയിൽ IDയും കാര്യങ്ങളൊക്കെ കിട്ടും. അത് ത്രൂ അപ്ലൈ ചെയ്യാം കേട്ടോ. ലാബ് ടെക്നീഷ്യൻ ഉണ്ടോ ചോദിച്ചു ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് മാ മെഡിക്കൽ സെന്റർ
സെന്ററിന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഖത്തറിലുള്ള മാ മെഡിക്കൽ സെന്റർ, അവരുടെ മെയിൽ ഐ ഡി കണ്ടുപിടിച്ച് അതിലേക്ക് CV ഫോർവേഡ് ചെയ്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇൻഡീഡിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അൽസിറാജ് മെഡിക്കൽ സെന്ററുകാരും ലാബ് ടെക്നീഷ്യന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതിന്റെ മെയിൽ ഐ ഡി അവർ അതിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ അഡ്വർടൈസ്മെന്റിൽ. അതിന്റെ മെയിൽ ഐ ഡി വേണമെങ്കിൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം, എനിക്ക് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ലാബ് ടെക്നീഷ്യന് ഡിപ്ലോമ പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ്, QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി, ഇതൊക്കെയാണ് റിക്വയർമെന്റ്സ്. അപ്പൊ ഇത്രയും വേക്കൻസീസ് ആണ് കേട്ടോ. ഫിസിയോതെറാപ്പിസ്റ്റിന്റെ 2 വേക്കൻസി, ലാബ് ടെക്നീഷ്യന്റെ വേക്കൻസി, അക്കൗണ്ടന്റിന്റെ വേക്കൻസി, പിന്നെ ഡെന്റൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി, പോർട്ടേഴ്സിന്റെ വേക്കൻസി. അപ്പൊ ജോലി നോക്കുന്നവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.